സ്ത്രീകളുടെ ആരോഗ്യവും ശുചിത്വവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം സ്ത്രീ സ്വ അഭിമാൻ ഇനിഷ്യേറ്റീവ്. സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര IT മന്ത്രാലയം ആരംഭിച്ച സംരംഭം. ഉത്തരം സൈബർ സുരക്ഷിത് ഭാരത്. ഇന്ത്യയുടെ 69ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥികൾ ആരെല്ലാമായിരുന്നു? ഉത്തരം ആസിയൻ രാഷ്ട്രതലവന്മാർ. വജ്രപ്രഹർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത മിലിട്ടറി അഭ്യാസമാണ്? ഉത്തരം ഇന്ത്യ, അമേരിക്ക. അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ കോളേജ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കോമ്പറ്റീഷൻ ഏത്? ഉത്തരം ഐപ്രിസം. അടുത്തിടെ കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച വ്യക്തികൾ ആരെല്ലാം? ഉത്തരം മോഹൻലാൽ, PT ഉഷ. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ കീഴിൽ ആരംഭിച്ച ട്രാൻസ്ജെൻഡർ തുടർ വിദ്യാഭ്യാസ പദ്ധതി ഏത്? ഉത്തരം സമന്വയ. അടുത്തിടെ WHO പ്രീ ക്വാളിഫൈഡ് ടെസ്റ്റ് പാസായ ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ വാക്സിൻ ഏത്? ഉത്തരം റോട്ടാവാക് വാക്സിൻ. അടുത്തിടെ വിക്കിലീക്സ് സ്ഥാപകനായ ജൂലിയൻ അസാഞ്ചിന് പൗരത്വം അനുവദിച്ച രാജ്യം ഏത്? ഉത്തരം ഇക്വഡോർ. 10ാമത് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളത്തിൻ്റെ വേദി ഏത്? ഉത്തരം തൃശൂർ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആര്? ഉത്തരം ചാന്തി ലാഹരി. അടുത്തിടെ ആരംഭിച്ച ഇന്ത്യ ബംഗ്ലാദേശ് ബസ് സർവീസ് ഏത്? ഉത്തരം മൈത്രി സെക്കൻഡ്. ഇൻ്റർനെറ്റിലൂടെ കുറ്റകൃത്യങ്ങൾ തടയുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുവാൻ തീരുമാനിച്ച പോലീസ് ഫോഴ്സ് ഏത്? ഉത്തരം സൈബർ വാരിയർ പോലീസ് ഫോഴ്സ്. കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടൽ ഏത്? ഉത്തരം റാപ്പിഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. അടുത്തിടെ ഗാന്ധി ദർശൻ സമിതി പുരസ്കാരത്തിന് അർഹയായത് ആര്? ഉത്തരം സുഗതകുമാരി. RBIയുടെ കണക്കനുസരിച്ച് 2016-17 കാലയളവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ രാജ്യം ഏത്? ഉത്തരം മൗറീഷ്യസ്. കറൻസി നോട്ടുകൾ വ്യാജമാണോ എന്നറിയുന്നതിനു വേണ്ടി ആഗോളതലത്തിൽ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം ചെക്ക് ഫേക്ക്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നത്. CHKFAKE ചെക്ക് ഫേക്ക്. അടുത്തിടെ ഹെലിപാഡ് പോളിസി രൂപീകരിച്ച സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. പൾസ് പോളിയോ പ്രോഗ്രാം 2018 ഉദ്ഘാടനം നിർവഹിച്ചത് ആര്? ഉത്തരം രാംനാഥ് കോവിന്ദ്. 2018 സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം MP വീരേന്ദ്രകുമാർ. 2017-18 പ്രീമിയർ ബാഡ്മിൻ്റൺ ലീഗ് ജേതാക്കൾ ആര്? ഉത്തരം ഹൈദരാബാദ് ഹണ്ടേഴ്സ്. ഇന്ത്യയിൽ ആദ്യമായി
ബ്ലോക്ക് ചെയിൻ അക്കാഡമി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. IPLലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ നേപ്പാളി താരം ആര്? ഉത്തരം സന്ദീപ് ലമിച്ചാനെ. റിപ്പബ്ലിക് ഓഫ് അംഗോളയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ ആര്? ഉത്തരം ശ്രീകുമാർ മേനോൻ. ഗ്രാമപ്രദേശങ്ങളിലെ പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി പഞ്ചാബ് സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം മഹാത്മാഗാന്ധി സർബത്ത് വികാസ് യോജന. നാസ അടുത്തിടെ കണ്ടെത്തിയ പ്രപഞ്ചത്തിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗാലക്സി ഏത്? ഉത്തരം SPT 0615JD. അടുത്തിടെ ഡിജിറ്റൽ ബജറ്റ് ആരംഭിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഉത്തരം അസം. അടുത്തിടെ പ്രധാൻ മന്ത്രി LPG പഞ്ചായത്ത് ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ജാർഖണ്ഡ്. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി ഹിമാചൽ പ്രദേശ് സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം ശക്തി ബട്ടൺ. ചെറുകിട ഇടത്തരം ബിസിനസ്സുകാർക്ക് ഉപഭോക്താക്കളുമായി സംവാദിക്കാനായി വാട്സപ്പ് ആരംഭിച്ച ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം വാട്സപ്പ് ബിസിനസ്. ഇന്ത്യയിലാദ്യമായി ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ സൂക്ഷിക്കുന്ന സംവിധാനമായ പബ്ലിക് ക്ലൗഡ് പോളിസി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. അടുത്തിടെ നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ഇന്ത്യ, വിയറ്റ്നാം. പ്രശസ്ത സംഗീതജ്ഞയായ പാറശ്ശാല B. പൊന്നമ്മാളിൻ്റെ ജീവചരിത്രം ആസ്പദമാക്കി ആരംഭിച്ച ഡോക്യുമെൻ്ററിയുടെ പേരെന്ത്? ഉത്തരം ഈ ജീവിതത്തിനു പേര് സംഗീതം. മധ്യപ്രദേശിൻ്റെ പുതിയ ഗവർണർ ആര്? ഉത്തരം ആനന്ദിബെൻ പട്ടേൽ. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടർ ആര്? ഉത്തരം S. സോമനാഥ്. ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ്റെ ആദ്യ വനിതാ ചെയർമാൻ ആര്? ഉത്തരം ഉഷ അനന്തസുബ്രഹ്മണ്യം. ആഗോളതലത്തിൽ സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി വേൾഡ് എക്കണോമിക് ഫോറം ആരംഭിക്കുന്ന സംരംഭം ഏത്? ഉത്തരം ഗ്ലോബൽ സെൻറ്റർ ഫോർ സൈബർ സെക്യൂരിറ്റി. ഇതിൻ്റെ ആസ്ഥാനം ജനീവ. ക്ലോണിങ്ങിലൂടെ ആദ്യമായി കുരങ്ങിനെ സൃഷ്ടിച്ച രാജ്യം ഏത്? ഉത്തരം ചൈന. വേൾഡ് ഫ്യൂച്ചർ എനർജി സബ്മിറ്റ് 2018 വേദി എവിടെയാണ്? ഉത്തരം അബുദാബി. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ബ്രസീലിയൻ താരം ആര്? ഉത്തരം റൊണാൾഡീനോ. അടുത്തിടെ ജെം ഡയമണ്ട്സ് എന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ വജ്രം കണ്ടെത്തിയ രാജ്യം ഏത്? ഉത്തരം ലെസോത്തോ. സമൂഹത്തിൻ്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ബാലനിധി പദ്ധതിയുടെ അംബാസഡർ ആര്? ഉത്തരം KS ചിത്ര. അടുത്തിടെ ഭാരത് ഏസിയാൻ മൈത്രി പാർക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആര്? ഉത്തരം സുഷമ സ്വരാജ്.
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിലെ തീൻ മൂർത്തി റോഡിന് നൽകിയ പുതിയ പേര് എന്ത്? ഉത്തരം ഹൈഫ. ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടർ ആര്? ഉത്തരം വി നാരായണൻ. സ്കൂൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. ഇന്ത്യയുടെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ഉത്തരം ഓം പ്രകാശ് റാവത്ത്. ഫിൻലാൻഡിൻ്റെ പുതിയ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം സൗലി നിന്നിസ്റ്റോ. 2018 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്ത്? ഉത്തരം ആക്സസിബിൾ എലക്ഷൻസ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ പുതിയ തലവനായി നിയമിതനാകുന്നത് ആര്? ഉത്തരം സുദീപ് ലക്താക്കി. 2018 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിലെ വിജയികൾ. പുരുഷ വിഭാഗം വിജയി റോജർ ഫെഡറർ. വനിതാ വിഭാഗം വിജയി കരോലിൻ വോസ്നിയാക്കി. ആരുടെ ജന്മദിനമാണ് ഡൽഹിയിൽ ഫുട്ബോൾ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്? ഉത്തരം സുനിൽ ഛേത്രി. അടുത്തിടെ I4F പ്രപ്പോസൽ ആരംഭിച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ഇന്ത്യ, ഇസ്രയേൽ. I4Fൻ്റെ ഫുൾ ഫോം ഇന്ത്യ ഇസ്രയേൽ ഇൻഡസ്ട്രിയൽ R&D ആൻഡ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ ഫണ്ട്. അടുത്തിടെ UNWTOയുടെ ഇന്നൊവേഷൻ ഇൻ ടൂറിസം എൻ്റർപ്രൈസസ് അവാർഡ് നേടിയത് ആര്? ഉത്തരം ഒഡീഷയിലെ മംഗളജോടി എക്കോ ടൂറിസം ട്രസ്റ്റ്. സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ മൈ ആൾട്ടർനേറ്റീവ് വ്യൂ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം P. ചിദംബരം. അടുത്തിടെ ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ഡി ഓർഡർ ഡെസ് ആർട്സ് ഇ ലെറ്റേഴ്സ് ബഹുമതി നേടിയ ഇന്ത്യൻ വനിത ആര്? ഉത്തരം ഐശ്വര്യ ടിപ്നിസ്. അടുത്തിടെ ഉപഭോക്താക്കൾക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച പേയ്മെൻറ്റ് ബാങ്ക് ഏത്? ഉത്തരം പേടിഎം. റിപ്പബ്ലിക് ഓഫ് നൈജറിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ ആര്? ഉത്തരം രാജേഷ് അഗർവാൾ. ഫേസ്ബുക്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അംഗമാകുന്ന ആദ്യ ആഫ്രിക്കൻ അമേരിക്കൻ ആര്? ഉത്തരം കെന്നത്ത് ചെനൌത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ എയർ പ്യൂരിഫയർ നിർമ്മിച്ച രാജ്യം ഏത്? ഉത്തരം ചൈന. 69ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മികച്ച ടാബ്ലോ പ്രൈസ് നേടിയ സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. അടുത്തിടെ മികച്ച പരിഭാഷയ്ക്കുള്ള റെയ്മണ്ട് ക്രോസ് വേർഡ് അവാർഡ് നേടിയ നോവൽ ഏത്? ഉത്തരം മനുഷ്യന് ഒരു ആമുഖം. അടുത്തിടെ ഏകാന്തത പരിഹരിക്കുന്നതിന് വേണ്ടി മന്ത്രിയെ നിയമിച്ച രാജ്യം ഏത്? ഉത്തരം ബ്രിട്ടൻ. അടുത്തിടെ മുഖ്യമന്ത്രി കലാകാർ സഹായതാ യോജന ആരംഭിച്ച സംസ്ഥാനമേത്? ഉത്തരം ഒഡീഷ. അടുത്തിടെ നടന്ന
വിവാദങ്ങൾക്കു ശേഷം സുപ്രീം കോടതിയുടെ പ്രദർശനാനുമതി ലഭിച്ച സിനിമ ഏത്? ഉത്തരം പത്മാവതി. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഹിന്ദി വേർഡ് ഓഫ് 2017 തിരഞ്ഞെടുക്കപ്പെട്ട വേർഡ് ഏതാണ്? ഉത്തരം ആധാർ. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലിയ നദീമുഖ ഗുഹ കണ്ടെത്തിയ രാജ്യമേത്? ഉത്തരം മെക്സിക്കോ. 48ാമത് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ക്രിസ്റ്റൽ അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമാ താരം ആര്? ഉത്തരം ഷാറുഖ് ഖാൻ. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ അംഗമായതിനു ശേഷം ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത മീറ്റിംഗിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ബീജിംഗ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനും നടനുമായ വ്യക്തി ആരാണ്? ഉത്തരം കലാമണ്ഡലം ഗീതാനന്ദൻ. റിപ്പബ്ലിക് ഓഫ് പോളണ്ടിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ ആര്? ഉത്തരം സെവാങ് നംഗിയാൽ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആര്? ഉത്തരം ദിലീപ് ചിന്നോയ്. യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ വനിതാ പ്രതിരോധ മന്ത്രി ആര്? ഉത്തരം നിർമ്മല സീതാരാമൻ. അടുത്തിടെ രാസജൈവായുധങ്ങൾ നിർമ്മിക്കുവാനുള്ള വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിനെ പ്രതിരോധിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓസ്ട്രേലിയ ഗ്രൂപ്പിൽ 43ാമത് അംഗമായ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് സിസ്റ്റത്തിൻ്റെ പുതിയ തലവൻ ആര്? ഉത്തരം ജെറോം പവൽ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായുള്ള മലാല ഫണ്ടുമായി സഹകരിക്കുന്ന കമ്പനി ഏത്? ഉത്തരം ആപ്പിൾ. അടുത്തിടെ രാജിവെച്ച റൊമാനിയയുടെ പ്രധാനമന്ത്രി ആര്? ഉത്തരം മിഖായ് ടുഡോസ്. ദില്ലി മേരാ ദില്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ 1998 എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ഷീല ദീക്ഷിത്. വെസ്റ്റേൺ നാവിക കമാൻഡിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയി ചുമതലയേറ്റത് ആര്? ഉത്തരം വൈസ് അഡ്മിറൽ AB സിംഗ്. റിമോട്ട് സെൻസിംഗ് GIS സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീതി ആയോഗിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി സസ്റ്റൈനബിൾ അർബൻ പ്ലാനിംഗ് കോഴ്സ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം IIT കാൻപൂർ. അടുത്തിടെ ഇന്ത്യ വീണ്ടും വിജയകരമായി പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ ഏത്? ഉത്തരം അഗ്നി 5. രാജസ്ഥാനിലെ ബാർമർ റിഫൈനറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആര്? ഉത്തരം നരേന്ദ്രമോദി. സുപ്രധാന കേസുകളെക്കുറിച്ച് വിചാരണ നടത്തുന്നതിനു വേണ്ടി സുപ്രീം കോടതി രൂപീകരിച്ച 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ തലവൻ ആര്? ഉത്തരം ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര. 2018 ഏത് വർഷമായി ആചരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ആൻസർ ഇയർ ഓഫ് മില്ലറ്റ്സ്. ആൻസർ ഇയർ ഓഫ് മില്ലറ്റ്സ്. പ്രേം നസീർ സാംസ്കാരിക വേദിയുടെ
ഈ വർഷത്തെ പ്രേം നസീർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം പൂവച്ചൽ ഖാദർ. ലോകപ്രശസ്ത ആശയവിനിമയ വേദിയായ ദ ഓക്സ്ഫോർഡ് യൂണിയനിൽ പ്രദർശിപ്പിച്ച ആദ്യ ഇന്ത്യൻ ചലച്ചിത്രം ഏത്? ഉത്തരം പാഡ്മാൻ. നേപ്പാളിലെ പർവ്വതാരോഹണങ്ങളുടെ കണക്ക് സൂക്ഷിപ്പുകാരി എന്നറിയപ്പെട്ടിരുന്ന അടുത്തിടെ അന്തരിച്ച മാധ്യമപ്രവർത്തക ആര്? ഉത്തരം എലിസബത്ത് ഹോലി. പരമോന്നത സൈനിക ബഹുമതിയായ അശോകചക്രം 2018 ലഭിച്ചത് ആർക്ക്? ഉത്തരം ജ്യോതി പ്രകാശ് നിരാല. ചിരിമയം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം സുരാജ് വെഞ്ഞാറമൂട്. BSNL 4G സേവനം രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്നത് എവിടെയാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല. കുഞ്ഞുങ്ങളെ വീട്ടിൽ തനിച്ചാക്കുന്നത് തടഞ്ഞുകൊണ്ട് ഷെറിൻ നിയമം എന്ന പേരിൽ നിയമം കൊണ്ടുവരുന്ന രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. കീർത്തിചക്ര അവാർഡ് 2018 ലഭിച്ചത് ആർക്ക്? ഉത്തരം മേജർ വിജയന്ത് ബിഷ്ട്. ലോകത്ത് ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരം ഏത്? ഉത്തരം നിലമ്പൂർ തേക്ക്. ഇന്ത്യൻ ട്രെയിനുകളിൽ അത്യാധുനിക ശുചിമുറികൾ, ആധുനിക കോച്ചുകൾ എന്നിവ ഏർപ്പെടുത്തുന്നതിനായുള്ള പദ്ധതി ഏത്? ഉത്തരം പ്രോജക്റ്റ് സുവർണ. ബ്ലൂ മൂണും സൂപ്പർ മൂണും പൂർണ്ണ ചന്ദ്രഗ്രഹണവും ഒരുമിച്ചുണ്ടാകുന്ന പ്രതിഭാസം 152 വർഷങ്ങൾക്ക് ശേഷം നടന്ന ദിനം ഏത്? ഉത്തരം 2018 ജനുവരി 31. രണ്ടാം ലോക മഹായുദ്ധ മെമ്മോറിയൽ മ്യൂസിയം അടുത്തിടെ ഉദ്ഘാടനം നടന്നത് ഏതു സംസ്ഥാനത്താണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഓസ്കാർ നോമിനേഷൻ ലഭിക്കുന്ന ആദ്യ വനിതാ ഛായാഗ്രാഹക ആരാണ്? ഉത്തരം റേച്ചൽ മോറിസൺ. കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന ബനാന ഹണി പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെ? ഉത്തരം തൃശ്ശൂരിലെ കണ്ണാറ. ദേശീയപാതകളിൽ വാഹനാപകടം നടന്നാൽ അറിയിക്കുവാനും സഹായം തേടുവാനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിക്കുന്ന ടോൾ ഫ്രീ നമ്പർ ഏത്? ഉത്തരം 1033. വളർത്തുമൃഗങ്ങളുടെയും വളർത്തുപക്ഷികളുടെയും കണക്കുകൾ, കേരളത്തിലെ കന്നുകാലി സമ്പത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്നിവയ്ക്കായി കേരള മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം ഭൂമിക.